ഈ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് നേരത്തെ കെ സി വേണുഗോപാൽ എത്തിയിരുന്നു. അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് തനേഷ് തമ്പി ചേരുന്നുണ്ട്. തനേഷ്, കെ സി വേണുഗോപാൽ വന്നു, അവിടം കൃത്യമായി സന്ദർശിച്ചു, മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പെരുമാറ്റച്ചട്ടം ഒന്നും നോക്കണ്ട, ഇവർക്ക് വേണ്ടത് എന്താണോ അത് ഉടനടി സർക്കാർ ചെയ്യണം, സർക്കാരിനൊപ്പം തന്നെ പ്രതിപക്ഷം ഉണ്ടാകുമെന്നാണ്, അല്ലേ? അനൂപ്, കെ സി വേണുഗോപാലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഇവിടെ എത്തി സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പെരുമാറ്റച്ചട്ടങ്ങൾ നോക്കാതെ എത്രയും വേഗം ഈ ആളുകൾക്ക് സഹായം നൽകണം, മരിച്ചുപോയ ആളുകളുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം, അതിന് പ്രതിപക്ഷം ഒപ്പം നിൽക്കും എന്നുള്ള കാര്യം പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പെരുമാറ്റച്ചട്ടം നോക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, അതിനോടൊപ്പം തന്നെ പരിക്ക് പറ്റിയവർക്കുള്ള ചികിത്സ ഉറപ്പാക്കണം. തൊട്ടടുത്ത് ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ വീടുകൾ തകർന്നുപോയ ആളുകൾ ഒക്കെയുണ്ട്. അവരുടെയൊക്കെ നഷ്ടം എത്രയാണെന്ന് തിട്ടപ്പെടുത്തി അവർക്കുള്ള നഷ്ടപരിഹാരവും നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന് പെരുമാറ്റച്ചട്ടമൊന്നും തടസ്സമാകരുത് എന്നുള്ള ഒരു നിർബന്ധവും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ വലിയ പോലീസ് ബന്ദോബസ്തിലാണ്. ഈ അപകട സ്ഥലം ഇപ്പോഴും പോലീസ് കെട്ടിയടച്ചിരിക്കുകയാണ്. ചുറ്റിലും പോലീസാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരാവശിഷ്ടങ്ങളോ മറ്റോ കണ്ടെത്താനുണ്ടോ എന്നുള്ള ഒരു സംശയം പോലീസിനും അതുപോലെ തന്നെ അധികൃതർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് പോലീസ് ചുറ്റിലും ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ പാടശേഖരമാണ്. പാടശേഖരത്തിന് നടുക്കുള്ള ഒരു തുരുത്താണ്. ആ തുരുത്തിൽ ആണ് 5 ഷെഡുകളിലായി ഈ ഒരു വെടിക്കെട്ടുപുര ഉണ്ടായിരുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിപ്പോൾ എല്ലാം കത്തിയമർന്ന് ഇരിക്കുകയാണ്. മുളക്കുറ്റികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ ആയിരിക്കും ഈ ആകാശത്ത് വലിയ വർണ്ണവിസ്മയം സൃഷ്ടിക്കുന്ന പടക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം അതിലൊക്കെ ഈ വെടിമരുന്ന് നിറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിന് സസ്പെൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ ആളുകളാണ്. ഏതാണ്ട് 40ഓളം പേരാണ്, അതായത് ഉച്ചയ്ക്ക് 40 പേർക്കുള്ള പൊതിച്ചോറുകൾ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതിൽ 38 പൊതിച്ചോറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 38 പേർ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ ആ 38 പേരിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ളവർ ഒഴികെ ബാക്കിയുള്ള ആളുകൾ രക്ഷപ്പെട്ടിരിക്കാം. ഇവിടെ നിന്ന് ഈ വെടിക്കെട്ട് ഉണ്ടാകുമ്പോൾ ഒറ്റയടിക്കൊരു സ്ഫോടനം ഉണ്ടാവുകയല്ല, അത് ഒരറ്റത്തു നിന്ന് കത്തി വരികയായിരുന്നു. അതിനിടയിൽ പലർക്കും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് അനുമാനിക്കുന്നു. എങ്കിൽ പോലും ഇന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ഓരോ മുക്കിലും മൂലയിലും ഓരോ ഇഞ്ചും പരിശോധിച്ചിരുന്നു. ഈ തൊട്ടടുത്തുള്ള കുളത്തിൽ അടക്കം കാര്യമായ പരിശോധന നടത്തിയിരുന്നു. എന്നിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയൊന്നും കണ്ടെത്താനുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ അധികൃതർ. തെരച്ചിലിൽ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഈ തെരച്ചിലിനിടയ്ക്ക് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു. എന്നാലും രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും, അല്ലേ? തിരച്ചിൽ എത്രയും വേഗം പുനരാരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് നിർത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കാരണം പിന്നീടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനം എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നത് സമീപത്തുള്ള കുളത്തിലായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ, അവിടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ വന്ന്, സ്കൂബ ഡൈവിംഗ് ടീം വന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നാളെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യന്ത്ര സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും രാവിലെ തന്നെ ആ പരിശോധന ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ കാര്യം നേരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ പറയുന്നത് പോലെ തന്നെ 10ഓളം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതിൽ 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർ വെന്റിലേറ്ററിലുണ്ട്. ആ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതാണ്ട് 13 പേർ മരിച്ചു എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ പോലും 7 പേരുടെ ശരീരമാണ് പൂർണ്ണമായ രീതിയിൽ ലഭിച്ചിട്ടുള്ളതിൽ 4 പേരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഈ തൃശ്ശൂരിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഉണ്ടായത്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ നിരവധി മാധ്യമപ്രവർത്തകർ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെയായി ഇവിടെ എത്തുകയും ഈ ആളുകളുടെയൊക്കെ അഭിമുഖങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് മുന്നിലേക്ക് ഈ തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ സംസാരിച്ചിരുന്നതും. ആ തൊഴിലാളികളാണ്, സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇങ്ങനെ ഈ ഒരു വെടിക്കെട്ട് അപകടത്തിൽ പെട്ട് ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നാളെ മാത്രമേ ഇനിയിപ്പോൾ ഉണ്ടാവുകയുള്ളൂ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.